ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഫ്റ്റി 50 അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ചെറിയ ഫീവർ അതുപോലെ തന്നെ ചുമക്കായിട്ട് ഉള്ള പ്രശ്നത്തിലായിരുന്നു. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചുമച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി 50യുടെ അനാലിസിസിലേക്ക് കടക്കാം. ഇത് നിഫ്റ്റി 50യുടെ 1 ഡേ ചാർട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ച വലിയ ഒരു ഗ്യാപ്പ് അപ്പാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഏകദേശം 1200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ 1200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സോ അതിനുശേഷം ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം പിന്നെ ഓരോ ദിവസവും ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ്. ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നൊരു ആർ ബി ഐ പോളിസിക്ക് ശേഷം ഈ ഒരു 25,500 എന്നുള്ള ലെവലിൽ നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റാണ് നമുക്കിന്ന് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡിലിൻ്റെ ഹൈയും ക്രോസ് ചെയ്തിട്ടില്ല. ഈ ഓരോ ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസം ഈ ഒരു ലെവൽ ഇവിടെ ഒരു ഗ്യാപ്പ് പെൻഡിങ് നടക്കുന്നുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണാൻ സാധ്യത. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് റൺ കാണാൻ കഴിയും. സോ ഇനി നമുക്ക് 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുത്തിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നിഫ്റ്റി 50യുടെ 15 മിനിറ്റ്സ് ചാർട്ട്. നമുക്ക് കാണാൻ കഴിയും ഈ 25,500 എന്നുള്ള ലെവലിൽ നിന്ന് നല്ല ഒരു ബുള്ളിഷ് മൊമെൻ്റാണ്, നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സോ എല്ലാവരും ഈ ഒരു മൊമെൻ്റം ക്യാച്ച് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് നല്ലൊരു കറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് എൻട്രി മിസ്സായി. പക്ഷേ ഞാൻ എൻട്രി ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു എൻട്രി എടുത്തത്. ഈ ഒരു ലെവലിൽ നിന്നും എൻട്രി എടുത്തിട്ട് ഈ ഒരു ലെവൽ വരെയാണ് ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ എൻട്രി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ 25,500 ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തതാണ്. അതിനകത്ത് ഏകദേശം 19,000 സംതിങ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 25,500 പുട്ട് ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്ത് ഏകദേശം 1,000 സംതിങ് പ്രോഫിറ്റ് എടുത്തു. സോ അങ്ങനെ ഏകദേശം 20,000 സംതിങ് ആണ് ഇന്നത്തെ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ഇന്നത്തെ പ്രോഫിറ്റ്. അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ഈ ഒരു ട്രേഡിന് എനിക്ക് ടോട്ടൽ വന്ന ചാർജ് 876 ആണ്. സോ ഇനി നമുക്ക് നാളത്തെ സാധ്യതയെക്കുറിച്ച് പറയാം. സോ ഇനി അടുത്ത ദിവസം നമുക്ക് മാർക്കറ്റിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് നോക്കുന്നത്, സെൽ ഓപ്പർച്യൂണിറ്റിക്ക് നോക്കുന്നത്. ഈ ഒരു ലെവലിൻ്റെ 25,600 ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലും എല്ലാം ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് മാത്രമാണ്. ഈ ഒരു ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് ഒരു ബുള്ളിഷ് മൊമെൻ്റം കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. സെൽ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൻ്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് സെൽ ഓപ്പർച്യൂണിറ്റി. അത് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ലെവലിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെ 25 ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് സപ്പോർട്ട് എടുക്കാനാണ് സാധ്യത. ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലെവലുകളെല്ലാം ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിക്കാണ് നോക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലും ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കും. ഈ ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്.
സോ നമുക്ക് ടാർഗറ്റ് ഏകദേശം ഈ ഒരു ലെവൽ വരെ 25,800 എന്നുള്ള ലെവൽ വരെ വരാനുള്ള സാധ്യതയാണുള്ളത്. അതിനുശേഷം ഈ ഒരു ലെവലും 26,000 നമുക്കൊരു 26 ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 26,000 വരെയാണ് ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ. സോ ഇതാണ് അടുത്ത ദിവസത്തെ എൻട്രി പ്ലാൻ എന്ന് പറയുന്നത്.